യുക്രൈൻ യുദ്ധത്തിനിടെ കൊല്ലപ്പെട്ട തൃശൂർ കല്ലൂർ നായരങ്ങാടി സ്വദേശി സന്ദീപ് ചന്ദ്രന്റെ മൃതദേഹം സംസ്കരിച്ചു. ഓഗസ്റ്റിലാണ് യുദ്ധത്തിനിടെ റഷ്യൻ സേനയുടെ ഭാഗമായിരുന്ന സന്ദീപ് കൊല്ലപ്പെടുന്നത്. 1.5 മാസത്തോളമുള്ള കാത്തിരിപ്പുകൾക്കൊടുവിലാണ് മൃതദേഹം നാട്ടിലെത്തിച്ചത്. നെഹ്റു ട്രോഫി ജലമേള വിധി നിർണയത്തിലെ തർക്കം കോടതി കയറുന്നു. മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ജലമേളയുടെ ജേതാവായി കാരിച്ചാൽ ചുണ്ടനെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ആദ്യം ഒരേ സമയമാണ് 2 വള്ളങ്ങളുടേതായി രേഖപ്പെടുത്തിയതെന്നും പിന്നീട് തിരുത്തി കാരിച്ചാലിന് കപ്പ് നൽകുകയായിരുന്നുവെന്നും 2ാം സ്ഥാനത്തെത്തിയ VBC കൈനകരിയുടെ വിയപുരം ചുണ്ടൻ അവകാശപ്പെടുന്നുണ്ട്. ഹൈക്കോടതിയെ സമീപിക്കാനാണ് VBC കൈനകരിയുടെ തീരുമാനം. മായ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം 1-ൽ നടുഭാഗം, 2-ൽ കാരിച്ചാൽ, 3-ൽ നീരണം. ഇതാ 2-ലെ കാരിച്ചാൽ, ഇല്ല 3-ലെ വീയപുരം. കാരിച്ചാലും വീയപുരവും അതുപോലെ നീരണവും തമ്മിൽ പൊരിഞ്ഞു പോരാടുന്നു. 1-ലെ നടുഭാഗം അല്പം മുന്നിൽ, ഇല്ല പള്ളാത്തുരുത്തിയുടെ കാരിച്ചാൽ. ജലമേളയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ആവേശകരമായ ഫൈനലായിരുന്നു 70ാമത് നെഹ്റു ട്രോഫിയുടേത്. നഗ്നനേത്രങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം നടുഭാഗവും വിയപുരവും നിരണവും കാരിച്ചാലും ട്രാക്കിൽ ഒപ്പത്തിനൊപ്പം. ഒടുവിൽ ഫോട്ടോ ഫിനിഷിൽ കാരിച്ചാലിന് വിജയം. ഇവിടെ വിജയിക്കുക ഇതാ വീയപുരം. ഇല്ല PBCയുടെ കാരിച്ചാൽ. ഗ്യാലറികളിൽ ഇരുന്ന് നോക്കിയാൽ ആര് വിജയിച്ചെന്ന് പറയാൻ പോലും ആകാത്ത മത്സരം. PBCയുടെ കാരിച്ചാലും VBC കൈനഗിരിയുടെ വിയപുരവും വിജയിച്ചെന്ന് 2 ക്ലബിന്റെയും ആരാധകരും ഭരണസമിതിയും വിശ്വസിച്ചു. ആദ്യം ഫലം ഒരുപോലെ രേഖപ്പെടുത്തി. മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ 2ാമത്തെ ഫലം. 5 മില്ലി സെക്കൻഡുകളിൽ വിയപുരത്തെ പിന്നിലാക്കി കാരിച്ചാൽ കപ്പുയർത്തി. തുടക്കത്തിൽ ഒരേപോലെ ഫലം രേഖപ്പെടുത്തിയതും പിന്നീട് മാറിമറിഞ്ഞതും വലിയ തർക്കത്തിലേക്ക് എത്തിച്ചു. മത്സരം